സിദ്ധാർത്ഥ് പ്രഭു എന്ന പേരിനേക്കാൾ തട്ടിമുട്ടിയുമിലെ കണ്ണനായിട്ടാണ് താരം അറിയപ്പെടുന്നത്. അതിനുശേഷം നിരവധി വേഷങ്ങൾ ചെയ്തെങ്കിലും കണ്ണനോടുള്ള വാത്സല്യവും സ്നേഹവുമാണ് പ്രേക്ഷകർ കാണിച്ചിരുന്നത്. എന്നാൽ ആ സ്നേഹമെല്ലാം ഒരൊറ്റയടിക്ക് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ ഉണ്ടായത്. പിന്നാലെ സിദ്ധാർത്ഥിനെക്കുറിച്ചുള്ള പല അഭിപ്രായങ്ങളും പുറത്തുവന്നു. അക്കൂട്ടത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവവും ഉണ്ടായിരുന്നു. 26 വയസ്സുകാരനായ സിദ്ധാർത്ഥ് മദ്യപിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. വർഷങ്ങൾക്ക് മുന്നേ തന്നെ മദ്യപാനവും മറ്റ് ലഹരി ഉപയോഗങ്ങളും ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാകുന്ന ചില വെളിപ്പെടുത്തലുകളാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവന്നത്. 1999 കൊച്ചിയിലാണ് സിദ്ധാർത്ഥ് ജനിച്ചതെങ്കിലും വളർന്നതെല്ലാം കോട്ടയത്താണ്. മൗണ്ട് കാർമൽ വിദ്യാനികേതനിലും മറ്റും പഠിച്ച സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് കോട്ടയത്ത് ഒരു IELTS OET ട്രെയിനിങ് സെന്ററാണ് ഉണ്ടായിരുന്നത്. ആകാശ് എന്ന സിനിമയിലാണ് ആദ്യമായി സിദ്ധാർത്ഥ് അഭിനയിക്കുന്നത്. പിന്നാലെയാണ് വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലേക്ക് എത്തിയത്. അതുവഴിയാണ് അനിലയുടെയും പ്രഭുവിന്റെയും 2 മക്കളും തട്ടിമുട്ടിയും എന്ന സിറ്റ്കോം പരമ്പരയിലേക്കും എത്തിയത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല 2 പേർക്കും. അതിനിടെ പ്രാഥമിക വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ ഇരുവരും കരിയറിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുവാനും തുടങ്ങി. അങ്ങനെയാണ് ചേച്ചി ഭാഗ്യലക്ഷ്മി ലണ്ടനിലേക്ക് നഴ്സിംഗുമായി ബന്ധപ്പെട്ട് പോകുന്നതും സീരിയൽ അവസാനിച്ചപ്പോൾ ബാംഗ്ലൂരിലേക്ക് സിദ്ധാർത്ഥും പഠിക്കാൻ പോയത്. അവിടെ നിന്നും പഠനം പൂർത്തിയാക്കിയെത്തിയ സിദ്ധാർത്ഥ് ഒരു ബിസിനസ്സും ആരംഭിച്ചു. ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ബിസിനസ്സുമായി കൊച്ചിയിൽ തിരക്കിലായ സിദ്ധാർത്ഥ് 4 വർഷം മുന്നെയാണ് ഒരു സംഭവത്തിൽ കുടുങ്ങുന്നത്. പാലാരിവട്ടത്ത് 2 മോഡലുകൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവം വലിയ വാർത്തയായിരുന്നു. അന്ന് നമ്പർ 18 എന്ന ഹോട്ടലിൽ നിന്നും പാർട്ടി കഴിഞ്ഞിറങ്ങിയ ഇരുവരും അപകടത്തിൽപ്പെട്ടപ്പോൾ അന്വേഷണം ഹോട്ടലിൽ ആ സമയത്ത് ഉണ്ടായിരുന്നവരിലേക്കും വ്യാപിച്ചു. സിനിമാ സീരിയൽ താരങ്ങളും രാഷ്ട്രീയ ബിസിനസ് പ്രമുഖരുമെല്ലാമായി നിരവധി പേരായിരുന്നു ആ സമയത്ത് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ CCTV ദൃശ്യങ്ങൾ അടങ്ങുന്ന ഹാർഡ് ഡിസ്ക് സമീപത്തെ കായലിൽ എറിഞ്ഞുവെന്നായിരുന്നു റിപ്പോർട്ട്. ഇപ്പോഴിതാ മദ്യവും മയക്കുമരുന്നുമെല്ലാം യഥേഷ്ടം വിതരണം ചെയ്തിരുന്ന ആ ഹോട്ടലിൽ അന്ന് സിദ്ധാർത്ഥും ഉണ്ടായിരുന്നുവെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. വ്ളോഗറായ അന്ന ജോൺസണാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അന്നയുടെ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: മോനെ, ശരിക്കും അന്ന ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. നീ ഓർക്കുന്നുണ്ടോ 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. അന്ന് നിന്റെ കൂടെ കുറച്ച് ഫോട്ടോകൾ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗിംഗ് വീഡിയോയിൽ കുറെ നീ പതിഞ്ഞു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയും 2 പേരുടെ മരണവും ഉണ്ടായി. ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത സമയത്ത് ചാനലുകാർ ഏറ്റെടുത്തപ്പോൾ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്: ചേച്ചി, എന്റെ ഫോട്ടോകളും വീഡിയോകളും റിവീൽ ചെയ്യല്ലേ എന്ന്. നീ മാത്രമല്ല, മുൻനിര നായിക നടിമാരും നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, അതും ചെറിയ പിള്ളേർ. ചേച്ചി, ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കല്ലേ എന്ന് അവർ എന്നോട് പറഞ്ഞു. അന്നൊക്കെ ചാനലുകാർ എന്നോടും ചോദിച്ചു ഈ നടന്മാരുടെ പേരൊക്കെ റിവീൽ ചെയ്തൂടെ എന്ന്. അവരുടെ പേര് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ റീച്ച് ഉണ്ടാക്കാമായിരുന്നു. ഈ ഡിസംബർ 25 വരെ ഞാൻ വാക്കു പാലിച്ചു. കാരണം നീ എനിക്ക് വാക്ക് തന്നിരുന്നു ഞാൻ ഇനി ഇതിന്റെ പുറകെ പോകില്ല, നന്നായിക്കോളാമെന്ന്. എന്താണ് മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെയല്ല, ഇത് പലരിലേക്കും എത്തിക്കുന്ന മാഫിയകളെയാണ് പിടിക്കേണ്ടത്. ലജ്ജ തോന്നുന്നു. ഇനി അന്നച്ചേച്ചി ഇതിന്റെ പുറകിലില്ല. അന്നച്ചേച്ചിക്ക് കുടുംബവും കുടുംബ സമാധാനവുമാണ് വലുത് എന്ന് അന്ന ജോൺസൺ പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.